ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പം നമ്മുടെ വുമൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്ലാസ്സുകൾ ഞാൻ വിചാരിച്ച ഒരു ടൈപ്പിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു ക്ലാസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. ഞാൻ വിചാരിച്ചത് ഓരോ മൊഡ്യൂൾ എടുത്തിട്ട് അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ പഠിക്കാം, അങ്ങനെ ക്ലാസ് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ കണ്ണിലൊരു ഇൻഫെക്ഷനൊക്കെ ആയി. ഞാൻ ഒരു നോട്ട് മൊഡ്യൂൾ 4 2 ആണോ തോന്നുന്നു ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള നോട്ടായിരുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തത് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കധികം സമയമില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഉദ്ദേശം. നല്ല നല്ല പോയിന്റുകളാണ്. തീർച്ചയായിട്ടും ഇത് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പേപ്പറിലേക്ക് എഴുതി വെക്കുക. പോകുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. സെക്ഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതായിരുന്നല്ലോ. അപ്പോൾ അതിൽ സെക്ഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയിൽ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫായിട്ട്, ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ മാർക്ക് എന്തുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ളവർ മതി കേട്ടോ, നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്കകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. ഇതിൽ ആൻസറായിട്ട് വരുന്നത് 2ഉം 4ഉം തെറ്റാണ് കേട്ടോ. 2ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ് കേട്ടോ. പിന്നെ പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ പുകവലി മാത്രമേ അവിടെ നിരോധിച്ചിട്ടുള്ളൂ. എന്താണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്നൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അതിൽ ശരിയായത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2003 കോഡ്പ 2003 പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. കുറേ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര അല്ലെങ്കിൽ 100 യാർഡ്സ് എന്നാവും കേട്ടോ കാണുന്നുണ്ടാവുക ഓപ്ഷനിൽ. അപ്പോൾ 100 വാര 100 യാർഡ്സ് എന്ന് തന്നെ തിരഞ്ഞെടുക്കണം. യാർഡ്സ് എന്നാണ് കേട്ടോ നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൊക്കെ കാണുന്നത്. ഇതിൽ കാണുന്നത് സെക്ഷൻസിൽ യാർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യാർഡ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്കകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2003 കോഡ്പ 2003 പ്രകാരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ആൻസറായിട്ട് വരുന്നത് D ആണ് കേട്ടോ. ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ കോഡ്പ ആക്ടിൻ്റെ 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. അപ്പോൾ ഇത്രയും ഈ 4 പോയിൻറ്റും നിങ്ങൾ 2003 കോഡ്പ ആക്ട് 2003 ലക്ഷ്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് തന്നെ പോണേ. അടുത്തത്, കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവ ആയിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. കാണത്തക്ക വിധത്തിൽ കേട്ടോ, കാണുന്ന രീതിയിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് 2, 3, 4 നമ്മുടെ
നമ്മുടെ ഓപ്ഷൻ ഇവിടെ വരുന്നത്, നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ളത് വരുന്നത് ഡി ആണ് കേട്ടോ. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്, ശരിയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഈ പ്രസ്താവനകളെല്ലാം പഠിച്ചിട്ട് പോണേ. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമല്ല കേട്ടോ അതിൽ പറയുന്നത്, നമ്മുടെ കോട്ട്പ നിയമത്തിലെ സെക്ഷൻ 7, 8, 9 എന്നിവ പ്രകാരം ഈ പാക്കറ്റുകളിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ എന്നിവയിൽ മുന്നറിയിപ്പ് നൽകണമെന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം എന്ന് പറയുന്നതും ശരി തന്നെയാണ്. ഇനി പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പിന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളവയായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. എന്ത് രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല അല്ലേ? ആവശ്യമുള്ളവർ അത് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 4 പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഇനിയും ഇതിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? സെക്ഷൻ 4 പ്രകാരമാണ് കേട്ടോ. കോട്ട്പ ആക്ടിലെ സെക്ഷൻ 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പഠിച്ചോണേ. വകുപ്പ് 4 പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വകുപ്പ് 4 പറഞ്ഞിരിക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡാണ് കേട്ടോ. കണ്ട ഇവിടെ 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, 100 അടി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും 100 യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കണേ. നമ്മുടെ സെക്ഷൻ 6(b)യിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വാക്ക് 100 യാർഡ് എന്നാണ് കേട്ടോ. സെക്ഷൻ 6(b)യിൽ യൂസ് ചെയ്തിട്ടുള്ളത് 100 യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ് കേട്ടോ. 100 യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ്. അതുകൊണ്ട് ഈ വേർഡ് തന്നെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, സെക്ഷൻ 4 പ്രകാരമാണ്. സെക്ഷൻ 4 പ്രകാരമാണ്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? 200 രൂപയാണ് കേട്ടോ. ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? 200 രൂപയാണ്. ഓർമ്മയിൽ വെച്ചേക്കണേ. ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണേ. നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സിലൊക്കെ ചില കാര്യങ്ങൾ, അതായത് ഈ സെക്ഷൻസൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്തടുത്ത് 2 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിഞ്ഞാൽ മതി, അടുത്ത ക്വസ്റ്റ്യൻ അയാൾക്ക് അത് കിട്ടുമായിരുന്നു. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ 20 സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് അപ്പം തന്നെ എഴുതാൻ നിൽക്കരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഹിൻറ്റ് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അതൊരു വട്ടിട്ട് വെച്ചാൽ മതി, ലാസ്റ്റ് എഴുതുക. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ വായിച്ചിട്ട് അത് ലാസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ സമയം കളയരുത്. ഞാൻ ഇങ്ങനെ ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമയം പറയരുത്. നാളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പരാതി പറയരുത്. ചെറിയൊരു ടിപ്പാണ്. നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. വേണ്ടവർക്ക് എടുക്കാവേ, അല്ലാത്തവർക്ക് കളയാം. അപ്പോൾ ഇവിടെ സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? 200 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? എത്രയാണ്?
85% ആൻസറായിട്ട് വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ ഈ സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റിൽ 85% സ്ഥലത്ത് പുകയില ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. 85% കേട്ടോ. ഈ 85% തന്നെ നമ്മുടെ ഈ രണ്ട് വശങ്ങളിലുമായിട്ട്, നമ്മുടെ ഈ പാക്കറ്റിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ചിത്രങ്ങൾ സഹിതമുള്ള ആരോഗ്യ മുന്നറിയിപ്പ് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതിൽ 60% ചിത്രങ്ങളായിരിക്കണം. 60% ചിത്രങ്ങളും കൂടാതെ 25% എന്ന് പറയുന്നത് എഴുത്ത് രൂപത്തിലുള്ള മുന്നറിയിപ്പുമായിരിക്കണം. ഓർത്ത് വെച്ചേക്കണേ, എഴുത്ത് രൂപത്തിലുള്ള മുന്നറിയിപ്പുമായിരിക്കണം. 60% ചിത്രങ്ങൾ രൂപത്തിലും 25% എഴുത്ത് രൂപത്തിലുമുള്ള മുന്നറിയിപ്പുകളുമായിരിക്കണം. അങ്ങനെ 85% സ്ഥലത്താണ് ഈ പുകയില ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരിക്കേണ്ടതായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആൻസറായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 47 കേട്ടോ. ഈ ആർട്ടിക്കിൾ 47 നിരോധനത്തിൻ്റെ അനുച്ഛേദം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിരോധനത്തിൻ്റെ അനുച്ഛേദം എന്നും കൂടെ പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. നിരോധനത്തിൻ്റെ അനുച്ഛേദം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? നിരോധനത്തിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ആർട്ടിക്കിൾ 47 നിരോധനത്തിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകാട്ടോ. അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ 47ാമത്തെ ആർട്ടിക്കിളിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പഠിച്ചല്ലോ. ഇനി ENAയുടെ പൂർണ്ണനാമം എന്താണ്? ENAയുടെ പൂർണ്ണനാമം എന്ത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നുള്ളതാണ് കേട്ടോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENAയുടെ പൂർണ്ണനാമം. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ENA പഠിച്ചിട്ട് പോണേ. ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അടുത്തത് ഗേജിങ് എന്നത് എന്താണ് ഗേജിങ് എന്ന് പറയുന്നത്? ഗേജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനെയാണ് ഗേജിങ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് ഗേജിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ബ്ലെൻഡിങ് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുമായി കലർത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലെൻഡിങ് എന്ന പേരിലാണ് കേട്ടോ. ബ്ലെൻഡിങ്. ഇനി അബ്കാരി നിയമപ്രകാരം 21 വയസ്സ് തികഞ്ഞ വ്യക്തി ഒരു മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 20 വയസ്സ് തികഞ്ഞ വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 23 വയസ്സ് തികഞ്ഞ വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ഏതാണ് ശരി? 23 വയസ്സ് തികഞ്ഞൊരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നതാണ് കേട്ടോ. ആബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞൊരു വ്യക്തിക്കാണ് മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു രീതിയിലും ചോദിക്കാം. ആ ചോദ്യം നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയാം കേട്ടോ. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൽ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത്? റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറിയാണ് കേട്ടോ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ, ചരക്ക് വാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂമൊക്കെ എന്ത് പറയുന്നു? അബ്കാരി നിയമപ്രകാരം അതൊരു പൊതുസ്ഥലമാണ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ഏതൊക്കെ പെടും? പോലീസ് സ്റ്റേഷൻ, ചരക്ക് വാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചിലപ്പോൾ നീ റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ട്രാൻസിറ്റ്? കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് എന്ന പദം യൂസ് ചെയ്യുന്നത്. എന്താണ്? കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കൊണ്ടുപോകുന്നതിനെ എന്ത് പറയുന്നു? ട്രാൻസിറ്റ് എന്നാണ് പറയുന്നത്. ട്രാൻസിറ്റ്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 3 ലിറ്ററാണ് കേട്ടോ. അതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. PYQ ആണ് ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവാണ് 3 ലിറ്റർ എന്നുള്ളത് കേട്ടോ. 3 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം, ഇതാണ് ഞാൻ പറഞ്ഞത്, എത്രയാണ്? 23 വയസ്സാണ് കേട്ടോ. 23 വയസ്സാണ്. നമ്മുടെ 2017 നിയമ ഭേദഗതിയിലൂടെയാണ് 23 ഏജായിട്ട് ഉയർത്തിയിട്ടുള്ളത് കേട്ടോ. അതിന് മുമ്പ് 21 ആയിരുന്നു കേട്ടോ. അതിന് മുമ്പ് 21 വയസ്സായിരുന്നു. 2017 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 23 ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാണ്? 23 വയസ്സാണ്. 23 വയസ്സ്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55 സിയിലാണ് കേട്ടോ. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55 സി പ്രകാരമാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്? എത്രയാണ്? 23. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്? 23 വയസ്സുള്ളവർക്കാണ്. അപ്പോൾ ഞാനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം PYQs ആണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കുറച്ച് സെക്ഷൻസൊക്കെ നമുക്ക് നോക്കാം. പഠിച്ചു പോകാം. ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. ഇതെല്ലാം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൻ്റെ നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചിട്ട് പോകാനും പറ്റും. എന്താണ് കോട്ട്പ എന്ന് പറയുന്നത്? ഫുൾ ഫോം എന്താണ്? ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് കേട്ടോ. കോട്ട്പ എന്ന് പറയുന്നത് 2003 അതിൻ്റെ ഭേദഗതി ഉണ്ടായിരുന്നത്. അപ്പോൾ കോട്ട്പ 2003. എന്താണ് കോട്ട്പ എന്ന് പറയുന്നത്? ദ സിഗരറ്റ്സ് ആൻഡ് ദ അതർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട് എന്നുള്ളതാണ് കേട്ടോ കോട്ട്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് കോട്ട്പ ആക്ട് 2023 കുറച്ച് സെക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. ആദ്യം പറയുന്നത് സെക്ഷൻ 4. എന്താണെന്ന് പറയുന്നത്? പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? സെക്ഷൻ 4 കേട്ടോ. സെക്ഷൻ 4 സെക്ഷൻ 4 പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഓഫീസുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ്. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് 200 രൂപ വരെ പിഴ ഈടാക്കാം. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തിൽ നിന്ന് 200 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. ഏതൊക്കെയാണ് പൊതുസ്ഥലങ്ങൾ എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഓഫീസുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 4 എന്താണ് പറയുന്നത്? പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം. ഇനി സെക്ഷൻ 5 പരസ്യ നിരോധനമാണ് കേട്ടോ. സെക്ഷൻ 5 എന്താണ് പറയുന്നത്? പരസ്യ നിരോധനം. പുകയില ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ പരസ്യങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതാണ് സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 5 എന്താണ്? പരസ്യ നിരോധനമാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ പരസ്യങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇനി സെക്ഷൻ 6A. സെക്ഷൻ 6 എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുകയില ഉൽപ്പന്നങ്ങളുടെ നിരോധനത്തെക്കുറിച്ചാണ് സെക്ഷൻ 6 പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 6A നോക്കിയിരിക്കണം. എന്താണ് സെക്ഷൻ 6A? പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകുന്നത് തടയലാണ് കേട്ടോ. പുകയില ഉൽപ്പന്നങ്ങൾ പ്രായപൂർത്തിയാകാത്തവർക്ക് തടയുന്നതാണ് സെക്ഷൻ 6A പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്ന ബോർഡ് കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അപ്പോൾ സെക്ഷൻ 6A എന്താണ്? പ്രായപൂർത്തിയാകാത്തവർക്ക് എന്താണ്? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 6A ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. സെക്ഷൻ 6B എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്തുള്ള വിൽപ്പന, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര, അതായത് 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6B ആണ് കേട്ടോ. സെക്ഷൻ 6B ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 7 എന്താണ് പറയുന്നത്? മുന്നറിയിപ്പ് ചിത്രങ്ങളാണ്. മുന്നറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മുന്നറിയിപ്പ് ചിത്രങ്ങളെക്കുറിച്ച്. എല്ലാ പുകയില ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളിൽ നിർദ്ദിഷ്ട വലുപ്പത്തിലുള്ള നിയമപരമായ മുന്നറിയിപ്പ് ചിത്രങ്ങളും സന്ദേശങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടിട്ട് പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നെന്താണ് സിഗരറ്റ് പാക്കറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാകും അല്ലേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് എന്താണ് മദ്യത്തിൻ്റെ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് സെക്ഷൻ 7 എന്താണ്? മുന്നറിയിപ്പ് ചിത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
നമ്മൾ നേരത്തെ നമ്മുടെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൻ്റെ രണ്ട് വശങ്ങളിലും എത്ര ശതമാനം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് 85% എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 25% എന്താണ് എഴുത്ത് രൂപത്തിലുള്ളതും ബാക്കി 60% എങ്ങനെയാണ് ചിത്ര രൂപത്തിലുള്ള മുന്നറിയിപ്പുകളായിരിക്കണം നൽകിയിട്ടുണ്ടാവുന്നത്. ഇത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ മറ്റേ കോട്ട്പ നിയമത്തിലെ തന്നെ 7, 8, 9 പ്രകാരം എന്താണ് പാക്കറ്റുകളിൽ എന്താണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും പ്രാദേശിക ഭാഷ എന്നിവയിൽ എന്തായിരിക്കണം മുന്നറിയിപ്പ് നൽകണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് അതിൻ്റെ ഡെഫിനിഷൻ ആണ് നോക്കാനുള്ളത് കേട്ടോ. കുറച്ച് വേർഡ്സും അതിൻ്റെ ഡെഫിനിഷൻസും അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. എന്താണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്? എന്താണ് ബ്ലെൻഡിങ് അഥവാ മിശ്രണം? വ്യത്യസ്ത ഗുണനിലവാരത്തിലുള്ള മദ്യങ്ങൾ തമ്മിൽ കലർത്തി പുതിയൊരു രുചിയോ ഗന്ധമോ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഒരു സ്പിരിറ്റിനെ വേറൊരു സ്പിരിറ്റുമായിട്ട് കലർത്തുന്നതിനെ നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്ത ഗുണനിലവാരമുള്ള മദ്യങ്ങൾ തമ്മിൽ കലർത്തി പുതിയൊരു രുചിയോ ഗന്ധമോ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മിശ്രണം അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്? സ്പിരിറ്റിൽ സുഗന്ധദ്രവ്യങ്ങൾ, നിറങ്ങൾ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങൾ ചേർത്ത് വിദേശ മദ്യങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതായിരിക്കാം ക്വസ്റ്റ്യൻ. സ്പിരിറ്റിൽ സുഗന്ധദ്രവ്യങ്ങൾ, നിറങ്ങൾ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങൾ ചേർത്ത് വിദേശ മദ്യങ്ങൾ നിർമ്മിക്കുന്നതിനെ എന്ത് പറയുന്നു? എന്താണ്? കോമ്പൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഇനി റിഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിറ്റിൽ വെള്ളം ചേർത്ത് അതിൻ്റെ വീര്യം കുറയ്ക്കുന്നതിനെയാണ് റിഡ്യൂസിങ് എന്ന് പറയുന്നത്. ഇനി ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻ പോലുള്ള പാനീയങ്ങളുടെ ലഹരി കൂട്ടാൻ സ്പിരിറ്റ് ചേർക്കുന്ന രീതിയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ENA എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് കേട്ടോ. ഉയർന്ന ശുദ്ധിയുള്ള മണമോ നിറമോ ഇല്ലാത്തൊരു മദ്യമാണ്. ഇതെന്താണ്? എല്ലാ മദ്യങ്ങളുടെയും എന്താണ് അടിസ്ഥാനമാണ് ENA എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ENAയുടെ ഫുൾ ഫോം എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഇനി അടുത്തത് RS എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ് കേട്ടോ. RS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. വാറ്റിയെടുക്കുന്ന ഏകദേശം 95% വീര്യമുള്ള സ്പിരിറ്റിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ RS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ RS എന്ന് കണ്ടാൽ എന്താണ് ഈ RS എന്ന് വിചാരിച്ചിരിക്കരുത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് അതായത് വാറ്റിയെടുക്കുന്ന അതിൽ 95% വീര്യമുള്ള സ്പിരിറ്റിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതെന്താണ്? ഒട്ടും വെള്ളമില്ലാത്തത് 100% ശുദ്ധമായ ആൽക്കഹോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗേജിങ് എന്താണ്? ഗേജിങ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വീപ്പകളിലോ ടാങ്കുകളിലോ ഉള്ള മദ്യത്തിൻ്റെ അളവളക്കുന്ന രീതിയാണ് ഗേജിങ് എന്ന് പറയുന്നത്. ഇനി പ്രൂവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യത്തിൻ്റെ വീര്യം പരിശോധിക്കുന്നതിനെയാണ് പ്രൂവിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പ്രൂവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യത്തിൻ്റെ വീര്യം പരിശോധിക്കുന്നതിനെയാണ് പ്രൂവിങ് എന്ന് പറയുന്നത്. കേരളത്തിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, നിർമ്മാണം, വിൽപ്പന എന്നിവ നിയന്ത്രിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട നിയമമാണ് അബ്കാരി നിയമം എന്ന് പറയുന്നത്. കേരള അബ്കാരി ആക്ട് 1 of 1077. അപ്പോൾ എന്താണ്? കേരളത്തിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, നിർമ്മാണം, വിൽപ്പന ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട നിയമം ഏതാണ്? അബ്കാരി നിയമമാണ്. ഇനി അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. സെക്ഷൻ 8. എന്താണ് സെക്ഷൻ 8? കേരളത്തിൽ ചാരായം നിരോധിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കേരളത്തിൽ ചാരായം നിരോധിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 എന്താണ് പറയുന്നത്? കേരളത്തിൽ ചാരായം നിരോധിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ചാരായം നിർമ്മിക്കുന്നതോ കൈവശം വയ്ക്കുന്നതോ വിൽക്കുന്നതോ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിൽ സെക്ഷൻ 8(1) എന്താണ് പറയുന്നത്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ 8(1) എന്താണ് പറയുന്നത്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും എന്താണ്? പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. 8(2) എന്താണ് പറയുന്നത്? ഈ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയാണിത്. കുറഞ്ഞത് 10 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. അപ്പോൾ എന്താണ്? കേരളത്തിൽ ചാരായം നിർമ്മിക്കാനും കൈവശം വയ്ക്കാനും വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം എന്താണ്? പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് 8 ക്ലോസ് 1 എന്ന് പറയുന്നത് കേട്ടോ. ഇനി 8(2) എന്താണ്? ആ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് ശിക്ഷ?
10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 8 എന്താണ് പറയുന്നത്? കേരളത്തിൽ ചാരായം നിരോധിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു എന്താണ് ചാരായം കേരളത്തിൽ ചാരായം കൈവശം വെക്കാം എന്നത് പറഞ്ഞത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ചാരായം കൈവശം എന്താണ് വെക്കാനേ പാടില്ല, വെക്കുന്നത് എന്താണ് കുറ്റകരമാണ്. ഇനി അടുത്തത് സെക്ഷൻ 13 ഇത് നമ്മുടെ ആ മൊഡ്യൂളിലുള്ള ഒരുപാട് സെക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോണേ. സെക്ഷൻ 13 എന്താണ്? മദ്യം കൈവശം വെക്കലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ മദ്യം ലൈസൻസ് ഇല്ലാതെ കൈവശം വയ്ക്കുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റമാണ്. ഏത് വകുപ്പ് പ്രകാരം? സെക്ഷൻ 13 പ്രകാരം. ഓരോ ഇനം മദ്യത്തിനും കൈവശം വയ്ക്കാവുന്ന കൃത്യമായ അളവ് നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 13 എന്താണ്? നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ മദ്യം ലൈസൻസ് ഇല്ലാതെ കൈവശം വയ്ക്കുന്നത് ഈ സെക്ഷൻ 13 പ്രകാരം എന്താണ്? കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ മദ്യവും നമ്മുടെ കൈവശം എത്രത്തോളം വെക്കാവുന്നത് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. എത്ര കൈവശം വയ്ക്കാം? 3 ലിറ്ററാണ് ഒരാളുടെ കൈവശം വയ്ക്കാവുന്നത് കേട്ടോ. ബില്ല് ഉണ്ടായിരിക്കണം, നമ്മൾ വാങ്ങിച്ച ബില്ല് നമ്മളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഇതിൽ കൂടുതൽ 3 ലിറ്ററിൽ കൂടുതൽ എന്താണ് കയ്യിലുണ്ടെങ്കിൽ അതെന്താണ്? കുറ്റകരമാണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അല്ലെങ്കിൽ IMFL എന്നത് എത്ര അളവ് വരെ നമുക്ക് കയ്യിൽ വെക്കാവുന്നതാണ്? 3 ലിറ്റർ വരെയാണ് കയ്യിൽ വെക്കാവുന്നത്. കള്ളാണെങ്കിലോ 1.5 ലിറ്ററും, ബിയർ ആണെങ്കിൽ 3.5 ലിറ്ററും, വൈനാണെങ്കിൽ 3.5 ലിറ്ററും. ഇനി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മദ്യമാണെങ്കിലോ അത് 4.5 ലിറ്ററാണ്. FL ആണെങ്കിൽ 4.5 ലിറ്ററാണ്. IMFL ആണെങ്കിൽ 3 ലിറ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. ഇപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ, കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, ബിയറും വൈനും ആണെങ്കിൽ 3.5 ലിറ്റർ, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മദ്യം അല്ലെങ്കിൽ FL ആണെങ്കിൽ 4.5 ലിറ്റർ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കണേ. സെക്ഷൻ 13 ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 15C എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊതുസ്ഥലത്തിരുന്ന് മദ്യം കഴിക്കുന്നത് കുറ്റകരമാണെന്നാണ് സെക്ഷൻ 15C പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15C എന്താണ് പറയുന്നത്? പൊതുസ്ഥലത്തിരുന്ന് മദ്യം കഴിക്കുന്നത് കുറ്റകരമാണ്. 15A-യിലും 15B-യിലും പറയുന്നു പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം നൽകുന്നതും അവരെ കൊണ്ട് മദ്യം വിൽപ്പന നടത്തിക്കുന്നതും എന്താണ്? നിരോധിച്ചിരിക്കുന്നു എന്നാണ് സെക്ഷൻ 15A-യും 15B-യും പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15C-യിൽ പൊതുസ്ഥലത്തിരുന്നിട്ട് മദ്യം കഴിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നുണ്ട്. 15A-യിലും B-യിലും പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം കൊടുക്കുന്നതും അവരെ കൊണ്ട് മദ്യം വിൽപ്പന നടത്തിക്കുന്നതും എന്താണ്? നിരോധിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഇനി സെക്ഷൻ 41A എന്താണത്? 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന അബ്കാരി കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് ജാമ്യം അനുവദിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 41 ക്ലോസ് 1 എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ 41(1) എന്താണ് പറയുന്നത്? 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന അബ്കാരി കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് അവർക്ക് ജാമ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 41(1) എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 55 ആണെങ്കിലോ? നിയമവിരുദ്ധമായി മദ്യം നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കടത്തുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ സെക്ഷൻ 55 എന്താണ് പറയുന്നത്? വിരുദ്ധമായി മദ്യം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ കടത്തുകയോ ചെയ്യുന്നത് എന്താണ്? സെക്ഷൻ 55 പ്രകാരം 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മദ്യപിക്കാനുള്ള പ്രായപരിധി അതും അതിൽ പറയുന്നുണ്ട് കേട്ടോ. എത്രയാണ്? കേരള അബ്കാരി നിയമപ്രകാരം മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള പ്രായപരിധി 23 വയസ്സാണ്. മുമ്പ് ഇത് 21 വയസ്സായിരുന്നെങ്കിലും സർക്കാർ നിയമ ഭേദഗതിയിലൂടെ ഇത് ഉയർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കേരള അബ്കാരി നിയമപ്രകാരം മദ്യം വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള പ്രായപരിധി എത്രയാണ്? 23 വയസ്സാണ്. 23 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്ഷൻ 55C എന്താണ് പറയുന്നത്? ഇത് ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വകുപ്പാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ? എന്താണ് നമ്മുടെ അബ്കാരി നിയമപ്രകാരം ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യാൻ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയാൽ എന്താണ്? അവർക്കെതിരെ സെക്ഷൻ 55C പ്രകാരം എന്താണ്? കേസെടുക്കാം. അപ്പോൾ 55C എന്താണ് പറയുന്നത്? അബ്കാരി നിയമപ്രകാരം ശിക്ഷാർഹമായൊരു കുറ്റം ചെയ്യാൻ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയാൽ എന്താണ്? അവർക്കെതിരെ ഈ വകുപ്പ് ചുമത്താൻ പറ്റും. ഇനി ഗൂഢാലോചനയിൽ പങ്കാളികളായ എല്ലാവരും ആ കുറ്റം ചെയ്തവരായി തന്നെ കണക്കാക്കപ്പെടും കേട്ടോ. പ്രത്യേക കുറ്റകൃത്യത്തിന് നിശ്ചയിച്ചിട്ടുള്ള അതേ ശിക്ഷ തന്നെയാണ് ഗൂഢാലോചന നടത്തുന്നവർക്ക് ലഭിക്കുക. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാവുന്നതാണ്.
അപ്പോൾ 55 എന്താണ് 55 സിയിൽ എന്താണ് ഗൂഢാലോചനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ അബ്കാരി നിയമപ്രകാരം ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യാൻ ഒന്നിലധികം ആളുകൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്കെതിരെ ഈ വകുപ്പ് ചുമത്തും. ഇനി എന്താണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരും ആ കുറ്റം ചെയ്തവരായി തന്നെയായിരിക്കും കണക്കാക്കപ്പെടുക. ഇനി ആ ഒരു കുറ്റകൃത്യത്തിന് നിശ്ചയിച്ചിട്ടുള്ള അതേ ശിക്ഷ തന്നെയായിരിക്കും ഗൂഢാലോചന നടത്തുന്നവർക്കും ലഭിക്കുക. ഇനി 55 ജിയിൽ എന്താണ് പറയുന്നത്? മദ്യം നിർമ്മിക്കാനായി വാഷ് ഉണ്ടാക്കുകയോ മദ്യനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതാണ് 55 ജിയിൽ പറയുന്നത്. 55 ജിയിൽ എന്താണ് പറയുന്നത്? മദ്യം നിർമ്മിക്കാനായി വാഷ് ഉണ്ടാക്കുകയോ മദ്യനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ കൈവശം ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി 55 എച്ചിൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകുന്നത്. 55 ഐയിലാണെങ്കിൽ വിദേശ മദ്യമോ മറ്റു ലഹരീയ പാനീയങ്ങളോ നിയമവിരുദ്ധമായി വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നത്. അത് ഇറക്കുമതി ചെയ്തതോ നികുതി അടയ്ക്കാത്തതോ ആയ മദ്യം ഉൾപ്പെടെ. അപ്പോൾ ഇത് ചേരുംപടി മച്ചത ഫോളോവിലൊക്കെ വന്ന എന്താണ് ബുദ്ധിമുട്ടാവും. അപ്പോൾ പഠിച്ചിട്ട് പോകട്ടെ. 55 ജി മദ്യം നിർമ്മിക്കാനായി വാഷ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മദ്യനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകുന്നത് 55 എച്ചിലാണ് വിടുന്നത്. 55 ഐയിലാണെങ്കിൽ വിദേശ മദ്യമോ മറ്റ് ലഹരി പാനീയങ്ങളോ നിയമവിരുദ്ധമായി വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 56 ലൈസൻസ് വ്യവസ്ഥകളുടെ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു അബ്കാരി ലൈസൻസ് ഉള്ള വ്യക്തി ലൈസൻസിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഈ വകുപ്പ് പ്രകാരം എന്താണ് നടപടി സ്വീകരിക്കും. ഉദാഹരണത്തിന് അനുവദിച്ച സമയത്തിന് ശേഷം ഷാപ്പ് പ്രവർത്തിപ്പിക്കുകയോ ജീവനക്കാരുടെ വിവരങ്ങളിൽ ക്രമക്കേട് കാണിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ 56 എന്താണ് പറയുന്നത്? ഒരു അബ്കാരി ലൈസൻസ് ഉള്ള വ്യക്തി എന്താണ് ലൈസൻസിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഈ വകുപ്പ് പ്രകാരം എന്താണ് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. സെക്ഷൻ 56 പ്രകാരം കേട്ടോ. സെക്ഷൻ 56 എന്താണ് പറയുന്നത്? ലൈസൻസ് വ്യവസ്ഥകളുടെ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 58 അറിഞ്ഞുകൊണ്ട് മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ചാണ് പറയുന്നത്. നികുതി അടയ്ക്കാത്തതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നതോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മദ്യം കൈവശം വയ്ക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കുറ്റമാണ്. അപ്പോൾ സെക്ഷൻ 58 എന്താണ് പറയുന്നത്? അറിഞ്ഞുകൊണ്ട് മദ്യം കൈവശം വയ്ക്കുന്നത്, അതായത് നികുതി അടയ്ക്കാത്തതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നതോ ആണെന്ന് അറിഞ്ഞിട്ടും ആ മദ്യം എന്താണ് കൈവശം വയ്ക്കുന്നവർക്കെതിരെ ചുമത്തുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 58 ആണെന്ന് അറിഞ്ഞിരിക്കുക. കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് അബ്കാരി വരുമാനം എന്ന് പറയുന്നത്. പ്രധാനമായും മദ്യത്തിൻ്റെ വിൽപ്പനയിലൂടെയും അതുമായി ബന്ധപ്പെട്ട നികുതികളിലൂടെയുമാണ് സർക്കാർ ഈ പണം സമാഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് അബ്കാരി വരുമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണത്? നികുതികൾ. എക്സൈസ് ഡ്യൂട്ടി മദ്യം നിർമ്മിക്കുമ്പോഴോ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഈടാക്കുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നികുതികളിലാണ് നമ്മൾ പറയുന്നത്. ഈ അബ്കാരി വരുമാനത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നികുതികൾ, ലൈസൻസ് ഫീസ്, സർചാർജ് എന്നിവയാണ്. അപ്പോൾ അതിൽ നികുതികളിൽ ഏതൊക്കെയാണ് വരുന്നത്? എക്സൈസ് ഡ്യൂട്ടി. എന്താണത്? മദ്യം നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഈടാക്കുന്നൊരു നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ വിൽപ്പന നികുതി, സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വാറ്റ് എന്ന് പറയും. മദ്യത്തിന് മേൽ ഈടാക്കുന്ന ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ് വിൽപ്പന നികുതി എന്ന് പറയുന്നത്. വിദേശ മദ്യത്തിന് നിലവിൽ വളരെ ഉയർന്ന നിരക്കിലാണ് വിൽപ്പന നികുതി ഈടാക്കുന്നത്. ഇനി അടുത്തതാണ് ഗാലനേജ് ഫീ എന്ന് പറയുന്നത്. എന്താണത്? വിൽക്കുന്ന മദ്യത്തിൻ്റെ അളവിനനുസരിച്ച് ഈടാക്കുന്ന ഫീസാണ് ഗാലനേജ് ഫീ എന്ന് പറയുന്നത്. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. എക്സൈസ് ഡ്യൂട്ടി എന്താണ്? മദ്യം നിർമ്മിക്കുമ്പോഴോ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഈടാക്കുന്ന നികുതിയാണെങ്കിൽ വിൽപ്പന നികുതി എന്താണ്? മദ്യത്തിന് മേൽ ഈടാക്കുന്ന ഏറ്റവും വലിയ വരുമാന മാർഗമാണ് വിൽപ്പന നികുതി എന്ന് പറയുന്നത്. വിദേശ മദ്യത്തിനാണ് ഏറ്റവും ഉയർന്ന നിരക്കിൽ എന്താണ് വിൽപ്പന നികുതി ഈടാക്കുന്നത്. ഇനി ഗാലനേജ് ഫീ പറഞ്ഞാൽ എന്താണ്? വിൽക്കുന്ന മദ്യത്തിൻ്റെ അളവിനനുസരിച്ച് ഈടാക്കുന്ന ഫീസാണ് ഗാലനേജ് ഫീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാന ഭാഗമാണ് ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത്. കള്ള് ഷാപ്പുകൾ, ബാറുകൾ, ക്ലബ്ബുകൾ, ബിയർ വൈൻ പാർലറുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് നൽകേണ്ട വാർഷിക ഫീസാണ്. ഈ കള്ളുഷാപ്പുകളുടെ ലേലത്തിലൂടെ ലഭിക്കുന്ന തുകയും എന്താണ് ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ഫീസിൽ എന്തൊക്കെയാണ് പെടുന്നത്? നമ്മുടെ കള്ളുഷാപ്പ്, ബാറ്, ക്ലബ്ബുകൾ, ബിയർ വൈൻ പാർലറുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് നൽകേണ്ട ഒരു വാർഷിക ഫീസും പിന്നെ കള്ളുഷാപ്പുകളുടെ ലേലത്തിലൂടെ അതായത് ഈ ടെൻഡർ വഴി ലഭിക്കുന്ന തുകയും എന്താണ് ലൈസൻസ് ഫീസിൽ പെടുന്നുണ്ട്. ഇനി സർചാർജ്. മദ്യത്തിൻ്റെ വിൽപ്പന വിലയ്ക്ക് പുറമെ സാമൂഹ്യ സുരക്ഷാ സെസ് പോലുള്ള അധിക നികുതികൾ സർക്കാർ ഈടാക്കാറുണ്ട്. നിലവിൽ മദ്യത്തിന് മേൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഈടാക്കുന്നുണ്ട്. ഇനി ഈ വരുമാനങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നത്?
നമ്മുടെ ബെവ്കോ, കൺസ്യൂമർ ഫെഡ് എന്നിവ വഴിയുള്ള വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതവും സർക്കാരിലേക്ക് എത്തുന്നു. ഈ വരുമാനം പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്: ക്ഷേമ പെൻഷനുകൾ നൽകാൻ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ, ഉദാഹരണത്തിന് വിമുക്തി മിഷൻ. അപ്പോൾ ഈ വരുമാനം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഉപയോഗിക്കുന്നുണ്ട്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഉദാഹരണമായിട്ട് വിമുക്തി മിഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 ഭാഗങ്ങളും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അബ്കാരി വരുമാനത്തിൻ്റെ 3 ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിൽ ഈ ഒരു ഗാലനേജ് ഫീസ് ഒന്ന് നോക്കിയിരുന്നേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇപ്പം ഞാനിവിടെ പറഞ്ഞ വിമുക്തി മിഷൻ അതൊന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ വിമുക്തി മിഷനെ കുറിച്ച് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 3 വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിമുക്തി മിഷൻ നോക്കാം. ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നോക്കിയിരിക്കണം. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? വിമുക്തിയാണ്. അതിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ആയിരിക്കും. വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405 ആണ്. 14405 ആണ് വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായി വിമുക്തി രൂപീകരിച്ചതെന്നാണ് 2016 കേട്ടോ. 2016 നവംബർ 20 കേരള മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചതെന്നാണ് 2016 നവംബർ 20. ഇനി ഈ വിമുക്തിയുടെ സംസ്ഥാനതല ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ എന്താണ്? അനുവദനീയമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും എന്താണ്? വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ഇനി ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വന്ന വർഷം പഠിച്ചിരിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പറഞ്ഞിരിക്കണം. ഇനി വിമുക്തി മിഷൻ്റെ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വന്ന ക്വസ്റ്റ്യൻ ആണ്. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ലക്ഷ്യങ്ങളും പഠിച്ചിരിക്കണേ. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വരണം, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അപ്പോൾ ഇത്രയുമാണ് 2016 നവംബർ 20 സ്ഥാപിതമായിട്ടുള്ള വിമുക്തി മിഷൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയായിരിക്കും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഇനി സംസ്ഥാന തലത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും ചെയർമാൻ, വൈസ് ചെയർമാൻ ആരായിരിക്കും? എക്സൈസ് മന്ത്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന തലത്തിലാണെങ്കിൽ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരായിരിക്കും? എക്സൈസ് മന്ത്രിയുമായിരിക്കും. ഇനി പ്രാദേശിക തലത്തിലാണെങ്കിലോ വാർഡ് മെമ്പർ, വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിലെ ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ ഉണ്ടായിരിക്കുക. ഇത് 3 പഠിച്ചിട്ട് പോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് നമ്മുടെ വിമുക്തി മിഷൻ്റെ തന്നെ കുറച്ച് പദ്ധതികളുണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിരിക്കാം. ഒന്നാമത്തെയാണ് ഉണർവ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാൻ അവരുടെ കായിക കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കായിക പരിശീലനമാണ് നൽകുന്നത്. അപ്പോൾ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അവരുടെ കായിക കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നേർവഴി എന്താണ്? ലഹരി ഉപയോഗത്തിലേക്ക് തിരിഞ്ഞേക്കാവുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിങ്ങും ബോധവൽക്കരണവും നൽകുന്ന സ്കൂൾ തല പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ
കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണമാണ്. അപ്പോൾ ഉണർവ്, നേർവഴി, ശ്രദ്ധ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ വിമുക്തി ക്ലബ്ബുകളുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ക്ലബ്ബുകളാണവ. ഇനി നമ്മുടെ വിമുക്തിയുമായി സഹകരിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ്? സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് SPC, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം NSS, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, സംസ്ഥാന ലൈബ്രറി കൗൺസിലുകൾ എന്നിവയും ചേർന്നിട്ടാണ് വിമുക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിമുക്തിയുമായി പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണ്? സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, നാഷണൽ സർവീസ് സ്കീം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, പിന്നീട് എന്താണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഒക്കെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഞാൻ ഇത്രയും സ്പീഡിൽ പോകാൻ കാരണം മോന് അഥവാ എണീറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്പീഡ് നമുക്കറിയാലോ, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉള്ളൊരു സെറ്റിങ്സ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കാണുക. എന്തായാലും കണ്ടിട്ട് പോവുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഇതിന് നോട്ട് ചെയ്യാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. വന്നാൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എഴുതിയിരിക്കണേ. അപ്പോൾ ഇനി ഒരു മോക്ക് ടെസ്റ്റും കൂടെ ഞാൻ ചെയ്യാം. എന്നെ കൊണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് വയ്യാണ്ടായി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ക്ലാസ്സസ് നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നേനെ. സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തന്നേനെ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.